ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഒരു കോവയ്ക്ക മെഴുക്കുവരട്ടി തയ്യാറാക്കിയാലോ? അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയെന്ന് ഞാനിപ്പോൾ പറയാം. കോവയ്ക്ക അരിഞ്ഞത്, പച്ചമുളക്, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ആവശ്യത്തിന് എണ്ണ. ഗ്യാസ് ഓണാക്കി അതിലേക്ക് ഒരു ചീനിച്ചട്ടി വയ്ക്കുക. ചീനിച്ചട്ടി ചൂടായി വരുമ്പോഴേക്കും അരിഞ്ഞ് വെച്ചിരിക്കുന്ന കോവയ്ക്ക ചീനിച്ചട്ടിയിലേക്ക് ഇടുക. അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ചേർക്കുക. എരിവിനാവശ്യമായ പച്ചമുളക് ഓരോരുത്തർക്കും ചേർക്കാവുന്നതാണ്. അതിനുശേഷം ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർക്കുക. അതിനുശേഷം ഒരു നുള്ള് ഉപ്പ് കൂടി ചേർക്കുക. ഞാനിവിടെ 2-3 സ്പൂൺ വെള്ളവും കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം ഒരു മൂടി കൊണ്ട് 5 മിനിറ്റ് വേവിക്കുക. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് ചെറിയ ഫ്ലെയിമിലേക്ക് മാറ്റുക. വീണ്ടും മൂടി ഒന്ന് തുറന്ന് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക. വീണ്ടും ഒരു 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുക. അതിനുശേഷം മൂടി തുറന്ന് വീണ്ടും നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഈ സമയത്ത് ഉപ്പ് കറക്റ്റാണോ എന്നുകൂടി ചെക്ക് ചെയ്യാൻ മറക്കരുതേ. മൂടി അടച്ചു വെച്ച് വീണ്ടും ഒന്ന് വേവിക്കുക. അതിനുശേഷം മൂടി തുറന്ന് വെള്ളമെല്ലാം വറ്റിയോ എന്ന് നോക്കുക. അത് കഴിഞ്ഞ് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക. ആവശ്യത്തിന് ഫ്രൈ ആകുന്നിടം വരെ ചെറുതീയിൽ ഇളക്കിക്കൊണ്ട് ഇരിക്കുക. അങ്ങനെ ഇളക്കി അവസാനം നമ്മുടെ കോവയ്ക്ക ഫ്രൈ ഇവിടെ റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. നല്ല മൊരിഞ്ഞ കോവയ്ക്ക ഫ്രൈ ആണ് ഇവിടെ റെഡിയാക്കിയിരിക്കുന്നത്. എല്ലാവരും ഈ വീഡിയോ കാണാൻ മറക്കരുത്. മസ്റ്റായിട്ടും വീട്ടിൽ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. അടുത്ത വീഡിയോ കാണും വരെ ബായ്.